രമേശിന് ഗ്രാമത്തിൽ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടൽ അവരുടെ കുടുംബത്തിലുള്ള എല്ലാരും ചേർന്നാണ് നോക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രജക്ത, മകൾ മീന, രണ്ടുപേരും ആഹാരമുണ്ടാക്കും. പിന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകൻ സുഭമും കസ്റ്റമേഴ്സിനെ നോക്കിക്കൊള്ളും. പക്ഷെ ഗ്രാമത്തിൽ അവരുടെ ഹോട്ടൽ അത്ര ഫേമസ് ഒന്നുമല്ലായിരുന്നു. അതുകൊണ്ട് രമേശ് വിഷമിച്ചായിരുന്നു. പ്രജക്ത, ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? നമ്മൾ ഗ്രാമത്തിലുള്ളവർ കുറെ പേര് നഗരത്തിലേക്കാണ് പോകുന്നത്. ദിവസം തോറും നമുക്ക് വരുന്ന വരുമാനം കുറയുന്നുണ്ട്. മീനയ്ക്ക് വേണ്ടിയുള്ള കല്യാണത്തിന് ചെലവ് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വിഷമിക്കേണ്ട, ദൈവമുണ്ടല്ലോ. അദ്ദേഹം തീർച്ചയായും നമ്മളെ സഹായിക്കും. ഇതിനു ശേഷം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളും നമ്മളെ കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. രമേശും പ്രജക്തയും സംസാരിച്ചു കൊണ്ടിരുന്നത് അവരുടെ മകൻ സുഭം കേട്ടു. പിന്നീട് അവൻ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ എന്തെങ്കിലും ചെയ്ത് അച്ഛനമ്മേനെ സഹായിച്ചേ പറ്റുള്ളൂ. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവൻ നടന്ന് നടന്ന് നദിക്കരയിലെത്തി. കാരണം സുഭത്തിന്റെ ഗ്രാമം ആ നദിക്കരയിലായിരുന്നു. പിന്നെ ഈ നദി അവന്റെ ഗ്രാമത്തിനെ പല ഗ്രാമങ്ങളുമായി കൂട്ടിച്ചേർക്കുന്നു. സുഭം അവന്റെ തോണിയിൽ കയറിയിരുന്നു. എന്നിട്ട് അതിനെ തുഴയാൻ തുടങ്ങി. അച്ഛൻ പറഞ്ഞു നമ്മൾ ഗ്രാമത്തിലുള്ള കുറെ പേര് നഗരത്തിലേക്ക് പോയെന്ന്. പക്ഷേ അടുത്ത ഗ്രാമത്തിലൊക്കെ ആൾക്കാരുണ്ടല്ലോ. നമ്മളുടെ ഭക്ഷണം അവർക്ക് വിൽക്കാം. പക്ഷേ എങ്ങനെ? അവൻ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവന്റെ ശ്രദ്ധയിൽ മറ്റൊരു വെള്ളത്തിൽ ചായ ഇട്ടുകൊണ്ടിരുന്ന ഒരാളെ ശ്രദ്ധിച്ചത്. ചായ വേണോ? ചായ വെറും 5 റുപ്യ ചായ വേണോ? മുത്തശ്ശ, എനിക്കൊരു ചായ വേണം. ശുഭം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവൻ അവിടെ നോക്കിയപ്പോൾ ആ ചായക്കടക്കാരൻ തന്റെ വെള്ളത്തിൽ ഒരു ചെറിയ ഗ്യാസ് വെച്ചിരുന്നു. അതുകൊണ്ടാണ് ചായ ഇട്ട് വിറ്റുകൊണ്ടിരുന്നത്. മുത്തശ്ശ, നിങ്ങൾ വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത്. പടകിൽ തന്നെ ചായ വെക്കുന്നോ? അടിപൊളി. ആദ്യം ഞാനും കടയിൽ തന്നെയാണ് ചായ വെച്ചത്. പക്ഷേ ആ അളവിന് എനിക്ക് വരുമാനം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പടകൾ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്റെ തീരുമാനവും ശരിയായി. ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വരും. പിന്നെ ഓരോരോ ഗ്രാമത്തിൽ പോയിട്ട് എന്റെ ചായയും വിൽക്കും. കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ജോലിയും ചെയ്യുന്നത്. വളരെ നന്ദിയുണ്ട് മുത്തശ്ശ. എന്തിനാ മോനെ എന്നെ സഹായിച്ചേന്? ശുഭം തന്റെ വള്ളം തിരിച്ചു വിട്ടു. എന്നിട്ട് തന്റെ ഗ്രാമത്തിൽ ചെന്നു ചേർന്നു. അച്ഛാ, എനിക്കൊരു വഴി കിട്ടിയിട്ടുണ്ട്. എന്ത് വഴിയാ മോനെ? വരുമാനം അധികമാക്കാൻ. അച്ഛാ, നമുക്ക് പടകില് ഭക്ഷണം വെക്കാം. എന്താ? അതെ അമ്മേ, ഇപ്പോഴാണ് ഞാൻ നദിയിൽ പോയിട്ട് വന്നത്. അവിടെയുള്ള ഒരു മുത്തശ്ശൻ പടകിലാണ് ചായ വെക്കുന്നത്. അദ്ദേഹം എന്താ പറയുന്ന വെച്ചാൽ ദിവസവും എല്ലാ ചായയും വിറ്റ് തീർക്കുമെന്ന്. അതുമല്ലാണ്ട് ഓരോരോ ഗ്രാമമായിട്ട് പോയിട്ട് അദ്ദേഹം ചായ വിറ്റിട്ട് വരുന്നു. അദ്ദേഹത്തിന്റെ വരുമാനവും പല മടങ്ങും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛാ, നമുക്ക് അദ്ദേഹത്തിനെ പോലെ തന്നെ പടകില് ഭക്ഷണം ഉണ്ടാക്കിയാൽ നന്നായിട്ട് വരുമാനം വരും. അതെങ്ങനെ സംഭവിക്കും? തീർച്ചയായിട്ടും പറ്റും മോളെ. പടകിലെ ഒരു ചെറിയ ഗ്യാസ് സ്റ്റവ് വെച്ചേക്കാം. ജനങ്ങൾക്കും ചൂടുള്ള ഭക്ഷണം കിട്ടും. പിന്നെ നമുക്ക് ഓരോരോ ഗ്രാമത്തിലേക്ക് പോയി ഭക്ഷണം വിൽക്കാനും പറ്റും. നീ പറയുന്ന ഐഡിയ നന്നായിട്ടുണ്ട് മോനെ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷേ കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങാനും ഉണ്ട്. ശുഭത്തിന്റെ ഐഡിയ അവരുടെ മൊത്തം കുടുംബത്തിനും ഒരുപാട് ഇഷ്ടമായി. അവരെല്ലാരും വള്ളത്തിൽ ഹോട്ടൽ തുടങ്ങാൻ ആഗ്രഹിച്ചു. രമേശും സുഭമും മാർക്കറ്റിലേക്ക് പോയി ചെറിയ ഗ്യാസുകൾ വാങ്ങി. പിന്നീട് അവർ അവരുടെ വള്ളത്തിൽ ഗ്യാസും പാത്രങ്ങളും എല്ലാം സെറ്റ് ചെയ്തു വെച്ചു. മറുവശത്ത് പ്രജക്തയും മീനയും കൂടി ഒരുപാട് ആഹാരങ്ങൾ ചെയ്ത് റെഡിയാക്കി. അതിനുശേഷം റെഡിയായ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് മീനയും പ്രജക്തയും വള്ളത്തിനടുത്തേക്ക് വന്നു. എല്ലാരും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അവരുടെ വള്ളത്തിൽ കയറി യാത്രയായി. അവർ അടുത്ത ഗ്രാമത്തിലേക്ക് ചെന്നതും ഭക്ഷണം, നല്ല ചൂടുള്ള ഭക്ഷണം, സബ്ജി, പനീർ റൊട്ടിയൊക്കെ ഉണ്ട്. വരൂ, നല്ല ചൂടുള്ള ഭക്ഷണമാണ്. രമേശ് വെള്ളം ആ നദിക്കരയിൽ നിർത്തി. പിന്നെ കുറച്ചുപേർ ആ വെള്ളത്തിനടുത്തേക്ക് വന്നു. എന്താ ചേട്ടാ, ഇത് പുതിയതായിട്ടുണ്ടല്ലോ. ഇത് പുതിയ ഹോട്ടലാണ്. നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടും. അതും ചൂടോടെ, കുറഞ്ഞ വിലയിലും. അങ്ങനെയാണോ? എന്നാ നിങ്ങളടുത്ത് എന്തൊക്കെയല്ല കഴിക്കാനുള്ള ഭക്ഷണം? പരിപ്പ് ചോറുണ്ട്, ചപ്പാത്തി, ചാവൽ, പൊറോട്ട, ആലു പൊറോട്ട, റോട്ടി, സബ്ജി, ചോലെ പൊറോട്ട. എന്റെ ദൈവമേ, ഇത്രയും ഉണ്ടോ? എനിക്ക് 2 പൊറോട്ടയും പിന്നെ പനീർ സബ്ജിയും തരൂ ചേട്ടാ. ശരി. മീന പനീർ സബ്ജി ചൂടാക്കി. പിന്നെ പ്രാജക്ത പൊറോട്ട ചെയ്തുകൊണ്ടിരുന്നു. ചേട്ടാ എത്രയായി? ചേട്ടാ 50 റുപ്യ ആയിട്ടുള്ളൂ.
ഇത്രയും കുറവേ ഉള്ളൂ? ഇതേ ഞങ്ങളുടെ ഹോട്ടൽ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിലേ വളരെ കൂടുതലാണ്. വില കേട്ടതും ഒരുപാട് കസ്റ്റമേഴ്സ് ഓർഡർ നൽകി. ദാൽ തടുക്കയും പിന്നെ ചോള ബട്ടറും പാർസൽ ചെയ്യൂ ചേട്ടാ. എനിക്ക് 2 പൂരി ഭാജിയും വേണം ചേട്ടാ. ശരി ചേട്ടാ. പ്രാജക്തയും മീനയും പെട്ടെന്ന് ആഹാരങ്ങൾ ഉണ്ടാക്കി. രമേശും സുഭമും കസ്റ്റമേഴ്സിന് ആഹാരങ്ങൾ സെർവ് ചെയ്തു. ആദ്യ ദിവസം തന്നെ ഗ്രാമത്തിൽ നിന്ന് ഒരു 10 കസ്റ്റമേഴ്സ് അവർക്ക് കിട്ടി. അവിടെ കസ്റ്റമേഴ്സിന്റെ കൂട്ടം കുറഞ്ഞ ഉടൻ തന്നെ രമേശ് അവിടെ നിന്ന് വെള്ളവും എടുത്തുകൊണ്ട് തിരിച്ചു. പിന്നീട് അവർ അടുത്ത ഗ്രാമത്തിലേക്ക് പോയി. അവിടെയും ഓരോരുത്തരായി ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് അവരുടെ ആഹാരം കഴിച്ചു. പിന്നീട് അടുത്ത ഗ്രാമത്തിലേക്ക് പോയി. ഇങ്ങനെ പോയി വൈകുന്നേരത്തിനകം അവർ 8 ഗ്രാമങ്ങളിലേക്ക് തങ്ങളുടെ ഹോട്ടലുമായി പോയി. പ്രസക്ത, ഇന്നത്തെ നമുക്ക് വരുമാനം മാത്രം 4000 റുപ്യ വന്നിട്ടുണ്ട്. ഇത് ഒരാഴ്ച മുഴുവൻ ജോലി ചെയ്താലും നമുക്ക് കിട്ടില്ല ചേട്ടാ. ശുഭം, നിന്റെ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. ഇതിനു ശേഷം നമ്മൾ ഇതുപോലെ കുറെ ഭക്ഷണം ഉണ്ടാക്കിട്ട് പോവാം. ശരി അച്ഛാ, എനിക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ ജനങ്ങളുടെ വിശ്വാസം നമ്മൾ തീർച്ചയായിട്ടും നന്നായിട്ട് ചെയ്യുമെന്ന്. നമ്മുടെ കഠിന അധ്വാനത്തിന് ഉത്തരം കിട്ടിയെന്ന്. നമ്മൾ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാൽ വളരെ നന്നായിരിക്കും ചേട്ടാ. പിന്നീടെന്താ, രമേശിന്റെ കുടുംബം ദിവസവും കഷ്ടപ്പെട്ട് അധ്വാനിക്കാൻ തുടങ്ങി. അവരെല്ലാരും വള്ളത്തിൽ ഗ്രാമമായി പോയി ആഹാരം വിൽക്കാൻ തുടങ്ങി. എല്ലാരും സന്തോഷത്തോടെയായിരുന്നു. പക്ഷെ അവരുടെ ഈ വളർച്ച രമേശിന്റെ ഗ്രാമത്തിലുള്ള ബാനുവിനെ കൊണ്ട് സഹിക്കാൻ പറ്റിയില്ല. ബാനുവിന് രമേശിനെ കണ്ട അസൂയ തോന്നി. നമുക്ക് ഈ രമേശിനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇവൻ എന്നെക്കാട്ടും കുറെ കാശ് ഉണ്ടാക്കാൻ തുടങ്ങുമല്ലോ. ഞാൻ തീർച്ചയായിട്ടും ഇവനെ നടക്കാൻ സമ്മതിക്കില്ല. രാത്രി ഇരുട്ടിൽ ബാനു രമേശിന്റെ വള്ളം അടിച്ചു ഉടച്ചു. ഇതിനു ശേഷം നിങ്ങളുടെ പടകിൽ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ. രമേശും അവന്റെ കുടുംബവും നദിക്കരയിലേക്ക് വന്നപ്പോൾ അവരുടെ വള്ളം ഈ അവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ട് അവർ വിഷമിച്ചുപോയി. നമ്മളിപ്പോൾ എന്തു ചെയ്യാനാച്ചാ? ഇത് മുഴുവനായി ഒടിഞ്ഞു പോയിരിക്കുന്നു. അയ്യോ, നമ്മൾ ഇത്രയും ഭക്ഷണം എവിടെ പോയി വിൽക്കാനാ? ഗ്രാമത്തിലുള്ള ഒരു വയസ്സായ അപ്പുപ്പൻ ഇവിടെ സംഭവിക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. മക്കളെ, നിങ്ങൾ വേണമെങ്കിൽ എന്റെ പടക് എടുത്തു പോയിക്കോളൂ. ഞാൻ നിങ്ങളുടെ എല്ലാ കഷ്ടവും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ടാണ് കുറെ പാവപ്പെട്ടവർക്കൊക്കെ നല്ല ഭക്ഷണം കിട്ടുന്നത്. ഈ നല്ല ജോലി നിങ്ങൾ ഇപ്പൊ തന്നെ നിർത്താൻ പാടില്ല. നിങ്ങൾക്ക് എപ്പൊക്കെ ആവശ്യമാണോ നിങ്ങൾ അപ്പോഴേ എന്റെ പടക് എടുക്കാം. എങ്ങനെയായാലും ദിവസം മുഴുവനും ഞാൻ പടക് ഓട്ടിയാലും എനിക്ക് ഇത്ര കാശുണ്ടാക്കാൻ പറ്റില്ല. വളരെ നന്ദിയുണ്ട് മുത്തശ്ശ, നിങ്ങൾ ഞങ്ങൾക്ക് വലിയ സഹായമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല മോനെ, ഇത് എന്റെ ആശീർവാദം എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. അദ്ദേഹത്തിന്റെ വള്ളം ഇവരുടെ വള്ളത്തിനേക്കാളും വലുതും കാണാൻ നന്നായുമിരുന്നു. അവരാ വലിയ വെള്ളത്തിൽ ഗ്യാസ് സ്റ്റവ് വെച്ചു. പിന്നെ അവർ ചെയ്തു കൊണ്ടുവന്ന എല്ലാ ആഹാരവും അതിലേക്ക് വെച്ചു. പിന്നീട് അവിടെ നിന്നും എല്ലാരും തിരിച്ചു. ദിവസത്തെയും പോലെ അവർ ഓരോ ഗ്രാമമായി ചെന്ന് അവിടെ അവരുടെ ആഹാരം വിൽക്കാൻ തുടങ്ങി. കസ്റ്റമേഴ്സ് അധികമായി വന്നു. അവരുടെ വരുമാനവും അധികരിച്ചു. വൈകുന്നേരമായപ്പോൾ അവരവരുടെ ഗ്രാമത്തിലേക്ക് പോയി. പിന്നീട് രമേശ് ആ വയസ്സായ ആളുടെ വീട്ടിലേക്ക് പോയി. മുത്തശ്ശ, ഇന്ന് നിങ്ങൾ കൊണ്ടാണ് എനിക്ക് വ്യാപാരം ചെയ്യാൻ പറ്റിയത്. നിങ്ങളുടെ കരുണയ്ക്ക് വളരെ നന്ദിയുണ്ട്. ഇത് നിങ്ങൾ വാങ്ങിച്ചോളണം. അതുകൊണ്ട് ഞങ്ങൾക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കും പങ്കുണ്ട് മുത്തശ്ശ. ആദ്യത്തെ പ്രാവശ്യമാണ് ഞാൻ പടക് ഓട്ടാതെ എനിക്ക് കാശ് തന്നിരിക്കുന്നത്. ഞാൻ 60 വർഷമായിട്ട് പടക് ഓട്ടിട്ടാണ് മോനെ കാശ് ഉണ്ടാക്കിയത്. ഇപ്പൊ എനിക്ക് വയസ്സുമായി, ശരീരവും ഒത്തുവഴുന്നില്ല. ഞാൻ എന്താ ആലോചിക്കുന്ന വെച്ചാൽ എന്റെ പടക് നിങ്ങൾ എടുത്തോളൂ. അയ്യോ ഇല്ല മുത്തശ്ശ, നിങ്ങൾ ആ പടക് വിൽക്കണമെന്ന് ആവശ്യമില്ല. ഞങ്ങൾ പടക് ഓട്ടിച്ചോളാം. അതിന് വരുന്ന ദിവസമുള്ള വാടക ഞാൻ വന്ന് തന്നോളാം. ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും മക്കളെ. ആ വയസ്സായ ആൾ രമേശിന് വെള്ളം നൽകി സഹായിച്ചു. ഇപ്പോൾ രമേശ് ദിവസവും ആ വെള്ളത്തിനുള്ള വാടക നൽകാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും സഹായിച്ചു. ഇങ്ങനെ രണ്ടുപേരും മാറി മാറി സഹായിച്ചുകൊണ്ടേയിരുന്നു. രമേശിന്റെ നല്ല മനസ്സ് കാരണം അവന്റെ വരുമാനം ദിവസം തോറും ആ ഹോട്ടലിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഇത് കണ്ട് ബാനുവിന് ഒരുപാട് അസൂയ തോന്നി. അവൻ രമേശിനെ ചീത്ത കരുതി. പക്ഷെ അവനെ അറിയാതെ അവൻ രമേശിന് നല്ലതാണ് ചെയ്തിരിക്കുന്നത്. 1 വർഷത്തിനു ശേഷം രമേശ് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം വളരെ മനോഹരമായി നടത്തി.
പിന്നെ ബാനു ഇപ്പോഴും രമേശിനെ കണ്ട് അസൂയപ്പെട്ടുകൊണ്ടേയിരുന്നു. രമേശിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും അവസ്ഥ തന്നെ മാറിപ്പോയി. സുധയുടെ മകൻ മരിച്ചതിന് ശേഷം അവരുടെ മരുമകൾ ഗായത്രിയാണ് വീട്ടുപൊറുപ്പുകളൊക്കെ നോക്കിയത്. ഗായത്രി പഠിച്ചവളല്ല, എന്നാലും നന്നായിട്ട് അധ്വാനിക്കും. ഗായത്രി തന്റെ അധ്വാനം കൊണ്ടും ശക്തി കൊണ്ടും ഒരു ചെറിയ ദാബ കടയും തുടങ്ങിയിരുന്നു. മോളെ എവിടെ നോക്കൂ, കുറച്ച് ലഞ്ച് പ്ലേറ്റ് കൊണ്ടുവരൂ. ഇപ്പൊ കൊണ്ടുവരാൻ കൊച്ചിച്ച. ഗായത്രി തന്റെ കസ്റ്റമേഴ്സ് ഒക്കെ ദൈവത്തിന്റെ സമയത്തിലാണ് നോക്കിയത്. അതുകൊണ്ടാണ് എപ്പോഴും അവൾ നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കണമെന്ന് അവൾ വിചാരിക്കും. പിന്നെ അവളുടെ കസ്റ്റമേഴ്സും അവൾക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടമാണ്. മോളെ, നിന്റെ കയ്യിൽ എന്തോ ഒരു അത്ഭുതമായ ശക്തിയുണ്ട് മോളെ. നിന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ചുക്കാറൊട്ടി പോലും വളരെ നല്ല രുചിയുണ്ട് മോളെ. ഇതെല്ലാം തന്നെ ആ ദേവി അന്നപൂർണിയുടെ കാരുണ്യമാണ്. അതെന്തായാലും സത്യമാണ് മോളെ. നീ തന്നെയാ അന്നപൂർണിയുടെ സ്വരൂപം തന്നെ മോളെ. എന്താ പറയുന്നത് കൊച്ചിച്ച? ഞാൻ അവരുടെ ഒരു ഭക്ത മാത്രമാണ്. അവർ വളരെ വലിയവരാണ്. ഈ ലോകം മൊത്തം ആഹാരം നൽകുന്നവർ. ദേവി അന്നപൂർണി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. ഗായത്രി അന്നപൂർണി ദേവിയുടെ ഭക്തയാണ്. അതുകൊണ്ടാണ് തന്റെ ദാബാന്റെ പേര് പോലും അന്നപൂർണി ദാബ എന്നും പേരും വെച്ചത്. അവൾ ദിവസവും രാവിലെ ദേവി അന്നപൂർണയ്ക്ക് പൂജ ചെയ്യും. അതിനുശേഷമാണ് അവൾ പാചകം തന്നെ ഉണ്ടാക്കുക. എന്റെ പൊന്നു മോളെ ഗായത്രി, പറയൂ അമ്മേ, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും നൽക്. ഇപ്പോൾ എന്റെ കയ്യിൽ കാശില്ല. നാളെ എന്റെ മകൻ നാട്ടിൽ നിന്നും വരും. ഞാൻ നിനക്ക് കാശ് നൽകാം. വിഷമിക്കേണ്ട, ഇരിക്കട്ടമ്മേ. നിങ്ങൾ കാശ് നൽകിയില്ലെങ്കിലും കുഴപ്പമില്ല. ഗായത്രി ഉടനെ തന്നെ ആ പാവപ്പെട്ട അമ്മയ്ക്ക് ഭക്ഷണവും കൊടുത്തു. ആ ദൈവം നിനക്ക് നല്ലത് വരുത്തും. ദിവസവും ഗായത്രി ആർക്കെങ്കിലും സഹായിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷെ ലാഭത്തിൽ അവൾ നോക്കുകയില്ല. എന്നാൽ സുധാ അമ്മ കരാറുകാരിയാണ്. മോളെ ഗായത്രി, ഈ മാസം വ്യാപാരം കുറവാണോ? ഇല്ല അമ്മേ, ഇല്ല. കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 1000 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ആ വയസ്സായ അമ്മ ഉണ്ടല്ലോ, പാവം, അവർക്ക് ആരുമില്ല. ഞാൻ അതുകൊണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് ആഹാരം നൽകി. അല്ല ദേവി അന്നപൂരണി, ആ അമ്മയുടെ മകൻ നഗരത്തിൽ നല്ല വലിയ ഓഫീസറാണ്. അവർ ഫ്രീ ആയിട്ട് കഴിക്കാൻ അങ്ങനെ എന്താണ് അവർക്ക് ദാരിദ്ര്യം? അതമ്മേ, അവരും അവരുടെ മകനും തമ്മിൽ വഴക്കാണ്. ആ പയ്യൻ അവർക്ക് കാശ് നൽകാറില്ല. മാത്രമല്ല, ഈ വയസ്സായ കാലത്ത് അവർക്ക് പട്ടിണി കിടക്കാൻ പറ്റുമോ പറയൂ? അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞത്, അതായത് ദിവസവും നമ്മുടെ ഹോട്ടലിൽ ഫ്രീ ആയിട്ട് ആഹാരം കഴിക്കാൻ. ശരി ശരി, പക്ഷെ വേറെ ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കല്ലേ മോളെ. പിന്നെ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി. എപ്പോഴെങ്കിലും രാമു അങ്കിളുടെ വീട്ടിൽ ആരുമില്ലെങ്കിൽ അദ്ദേഹം ഇവിടെ നിന്ന് കഴിക്കും. ശരി മോളെ, നിനക്ക് വളരെ നല്ല മനസ്സാണ്. ഈ ബുദ്ധിയുള്ള നാട്ടുകാർ നിന്നെ കൊള്ളയടിക്കുകയാണ്. അതുപോലെ നിനക്ക് മനസ്സിലാകുന്നില്ലേ? ആ ദേവി അന്നപൂർണിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ ആഹാരം കിട്ടുന്നു. നീയും നിന്റെ ഒരു അന്നപൂരണി ദേവിയും ആ ദൈവം വന്ന് പറഞ്ഞാലും നീ മനസ്സിലാക്കില്ല. സുധാ അമ്മ എന്താ വിചാരിക്കുന്ന വെച്ചാൽ ഈ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ചേർന്നിട്ട് ഗായത്രിയെ പറ്റിക്കുന്നതാണ്. പക്ഷേ ഗായത്രിക്ക് നന്നായിട്ട് അറിയാം, അവൾ ഏതൊരു നല്ല കാര്യം ചെയ്താലും അത് ആ ദേവിയുടെ ഇഷ്ടമാണ്. മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന ഇതൊക്കെ അന്നപൂർണിക്ക് വല്ലാതെ സന്തോഷമായി. അപ്പോഴാണ് നാരദൻ അവിടെ എത്തിയത്. നാരായണ നാരായണ. വരൂ നാരദ. നിങ്ങൾ നിങ്ങളുടെ ഭക്തി കണ്ടിട്ട് വല്ലാതെ സന്തോഷപ്പെടുന്നുണ്ട്. ഗായത്രി നിങ്ങളുടെ ശരിക്കുള്ള ഒരു ഭക്തിയുള്ളവളാണ്. അവൾ നാൾതോറും വളരെ സന്തോഷത്തോടെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതെനിക്കും അറിയാം നാരദ. പക്ഷെ നിങ്ങൾ എന്തിനാ അവൾക്ക് ശരിക്കുള്ള ഭക്തിക്ക് അവൾക്ക് ഒന്നും നിങ്ങൾ വരം കൊടുക്കാത്തത്? കൊടുക്കും, തീർച്ചയായും കൊടുക്കും. അതിനു മുൻപേ എന്റെ ഭക്തിയുടെ ഭക്തി ഞാൻ പരിശോധിക്കും. നാരായണ നാരായണ. അന്നപൂർണി ദേവി തന്റെ ശക്തി കൊണ്ട് കാറ്റും വെച്ചിട്ട് കടയും നാശമാക്കി. എന്താമേ ഇത്? നിങ്ങളുടെ മകൾ ഇനി എങ്ങനെയാണ് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും? നോക്കിക്കൊണ്ടേയിരിക്കും നാരദ. രാവിലെ ആയതിനു ശേഷം ഗായത്രി തന്റെ കടയും കണ്ടിട്ട് അവൾ വിഷമിച്ചു. അല്ല, എന്താ ഇത്? തൊട്ടടുത്തുള്ള കടകളൊക്കെ നന്നായിരിക്കുന്നല്ലോ. നിന്റെ കടയിൽ മാത്രം ഇങ്ങനെ സംഭവിച്ചത്? എനിക്കറിയില്ല അമ്മേ. എന്റെ അന്നപൂരണി ദേവി എന്നെ സഹായിക്കൂ. അന്നപൂർണി ദേവി ഒരു വയസ്സായ അമ്മൂമ്മയായിട്ട് വേഷത്തിൽ അവരുടെ കടയുടെ അടുത്തേക്ക് പോവുകയായിരുന്നു. അമ്മ മോളെ, ഞാൻ കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ തരൂ മോളെ. ഗായത്രി തന്റെ കണ്ണിൽ വരുന്ന വെള്ളം ആദ്യം തുടച്ചു വെച്ചു. അമ്മേ, എന്റെ അടുപ്പ് പോലും പൊട്ടിപ്പോയമ്മേ. നിങ്ങളെ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ചെയ്യുമായിരുന്നു. ഗായത്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പൊട്ടിയിരുന്ന അടുപ്പും ശരിയായി.
മോളെ, നീ ആ അടുപ്പിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്? ഗായത്രി തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ വല്ലാതെ അതിശയപ്പെട്ടു. ചില മിനിറ്റ് മുമ്പാണ് ആ അടുപ്പൊക്കെ നുറുങ്ങിപ്പോയി കിടന്നത്. ആ അന്നപൂരണി ദേവി ഈ അമ്മയുടെ വിശപ്പ് മാറ്റണമെന്ന് കരുതുന്നു. ഗായത്രി വേഗം തന്നെ അടുപ്പ് മൂട്ടിയിട്ട് ആ വയസ്സായ അമ്മൂമ്മയ്ക്ക് ഭക്ഷണവും കൊടുത്തു. സുധാമ്മയ്ക്ക് വല്ലാതെ അതിശയമായിരുന്നു, കാരണം എല്ലാം പൊട്ടിക്കിടക്കുകയായിരുന്നു. പക്ഷെ അടുപ്പ് എങ്ങനെയാണ് ശരിയായത്? ഗായത്രി കുറച്ച് റൊട്ടിയും ഉണ്ടാക്കി, പിന്നെ അതിനുള്ള ആവശ്യത്തിന് സബ്ജിയും ഉണ്ടാക്കിയിരുന്നു. ആ വയസ്സായ അമ്മൂമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തു. ആ വയസ്സായ അമ്മ വയറ് നിറയെ കഴിച്ചു. അമ്മേ, ഇനിയും കൊണ്ടുവരട്ടെ? വേണ്ട മോളെ, എന്റെ വയറ് നിറഞ്ഞു പോയി. നല്ല കാര്യം. വീണ്ടും നിങ്ങൾക്ക് വിശന്നാൽ ഇവിടെ തന്നെ വരൂ. ആ വയസ്സായ അമ്മ ചിരിച്ചിട്ട് അവരുടെ ശരിക്കുള്ള രൂപത്തിലേക്ക് മാറി. ആ നേരത്തിൽ അന്നപൂർണിമ കണ്ടിട്ട് ഗായത്രിയും സുധയമ്മയും താഴെ വീണ് അവർക്ക് നമസ്കാരം ചെയ്തു. അമ്മേ, യഥാർത്ഥത്തിൽ ഞാൻ ഭാഗ്യമുള്ളവളാണ്. പിന്നെ നിന്നെ പോലത്തെ ഭക്തി എനിക്ക് കിട്ടിയതിൽ എനിക്കും ഭാഗ്യമുണ്ട് ഗായത്രി. നീ എന്റെ യഥാർത്ഥ ഭക്തയാണ്. നീ എപ്പോഴും ജനങ്ങളുടെ വിശപ്പ് മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം. ഗായത്രി, ഞാൻ നിനക്ക് വരം നൽകാം. ഇന്നു മുതൽ നിന്റെ ഈ ഹോട്ടൽ എപ്പോഴും കാലിയായിരിക്കില്ല. പിന്നെ ഈ അടുപ്പും എരിയുന്നത് എപ്പോഴും നിൽക്കില്ല. പിന്നെ നീ ഒരിക്കലും പണത്തിനു വേണ്ടി കഷ്ടപ്പെടേണ്ടി വരില്ല. നീ എപ്പോഴും ജനങ്ങളുടെ വിശപ്പ് മാറ്റണം. നിങ്ങളുടെ ആഗ്രഹം പോലെ ചെയ്യാമമ്മേ. ആ അമ്മ അന്നപൂർണി ഗായത്രിനെ ആശീർവാദം ചെയ്തു. അവർക്ക് ഗായത്രി വരവും കൊടുത്ത് അവിടെ നിന്ന് മറഞ്ഞും പോയി. ചില നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഗായത്രിയുടെ ദാബ നല്ല പളപളന്ന് പുതിയതുമായി. ആ ദാബ തന്നെ മിന്നുമായിരുന്നു. അന്നപൂരണി പോറ്റി പോറ്റി, അന്നപൂരണിയെ പോറ്റി പോറ്റി. ആ ദാബ ശരിയായതിനു ശേഷം കസ്റ്റമേഴ്സ് ഒക്കെ വല്ലാതെ തിരക്കായിരുന്നു. ഗായത്രി സുധമ്മയും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. കസ്റ്റമേഴ്സും കഴിച്ചുകൊണ്ടിരുന്നു. അന്ന് അന്നപൂർണിയുടെ കരുണയെ കൊണ്ട് അവരിന്നും പല മടങ്ങളായിട്ട് കച്ചവടം ഉണ്ടാക്കി. അതിനുശേഷം പാവപ്പെട്ട കുറെ പേർക്കും അവർ ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുത്തു. അമ്മേ, ഇന്ന് നിങ്ങൾ തടുക്കില്ലല്ലോ. ഇന്ന് ഞാൻ ഫ്രീ ആയി ആഹാരം നൽകാൻ പോവുകയാ. തീർച്ചയായും ഇല്ല മോളെ. ആ അന്നപൂരണി ദേവി തന്നെ ഇവരുടെ വിശപ്പ് മാറ്റാൻ ശ്രമിക്കുന്നു. അത് വേണ്ടെന്ന് തടുക്കാൻ ഞാൻ ആരാണ് മോളെ? അന്നപൂരണി പോറ്റി പോറ്റി. ദേവി അന്നപൂർണ കൊണ്ട് അവരുടെ അടുപ്പ് കത്തിക്കൊണ്ട് തന്നെ ഇരുന്നു. കസ്റ്റമേഴ്സിന്റെ വയറ് നിറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. ഗ്യാസും ഇല്ല, വിറകും ഇല്ല. പക്ഷേ ആ അടുപ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. വളരെ ദൂരത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വിറകില്ലാത്ത അടുപ്പിന് കാണാൻ വേണ്ടി വരുമായിരുന്നു. പിന്നെ അവിടെയുള്ള മക്കളൊക്കെ ദേവി അന്നപൂർണിമയുടെ ആശീർവാദം കൂടെ സന്തോഷത്തോടെ തന്നെ ജീവിക്കുകയായിരുന്നു. ഗോപാലും ജഗനും സഹോദരന്മാരായിരുന്നു. ഗോപാലിലെ ഗ്രാമത്തിൽ ഒരു ചെറിയ ഹോട്ടൽ ഉണ്ടായിരുന്നു. പിന്നെ ജഗൻ സിറ്റിയിൽ ഒരു ക്യാൻറ്റീൻ വെച്ചിരുന്നു. ഗോപാലിന്റെ ഹോട്ടൽ എപ്പോഴും കാലിയായിരുന്നു. പക്ഷെ ജഗന്റെ ക്യാൻറ്റീൻ എപ്പോഴും കസ്റ്റമേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കും. ഇതു കാരണം ഗോപാലിന്റെ വരുമാനം വളരെ കുറവായിരുന്നു. പക്ഷെ ജഗന് ഒരുപാട് വരുമാനം ഉണ്ടായിരുന്നു. ഗോപാലിന് തന്റെ മകളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. ശോഭ, ഈ പ്രാവശ്യം എനിക്ക് വരുമാനം വെറും 10,000 വന്നിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. ഈ വർഷം രാധയെ ഞാൻ ഒരു ഇംഗ്ലീഷ് മീഡിയം ചേർക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതൊന്നും പ്രശ്നമില്ല. ഈ വർഷം ഇല്ലെങ്കിൽ എന്താ, അടുത്ത വർഷം നമുക്ക് അവളെ ചേർക്കാം. ഈ വർഷം രാധ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പഠിക്കട്ടെ. ഇതേ വാക്ക് തന്നെയാണ് നീ പോയ കൊല്ലം പറഞ്ഞത്. എന്തൊരു അച്ഛനാണ് ഞാൻ. എന്റെ മോളെ എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതൊക്കെ നിങ്ങൾ വേണമെന്ന് വെച്ച് ചെയ്തതല്ലല്ലോ ചേട്ടാ. നമ്മുടെ അവസ്ഥ അങ്ങനെയാ. മനസ്സ് തളരല്ലേ, എല്ലാം പതുക്കെ പതുക്കെ ശരിയാകും. അന്ന് അവൻ വളരെ സങ്കടത്തിലായിരുന്നു. അന്ന് അവൻ തന്റെ സഹോദരൻ ജഗന് ഫോൺ ചെയ്തു. ആ ചേട്ടാ, പറയൂ. അവിടെ എല്ലാം സുഖം തന്നെയല്ലേ? ആ ശരിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമുണ്ട് മോനെ. രാധേനെ ഒന്ന് സ്കൂളിൽ ചേർക്കണം. അതിനുള്ള കുറച്ച് പൈസ ആവശ്യമുണ്ട്. ഏട്ടാ, ഞാൻ നിങ്ങളടുത്ത് എന്തിനു കളത്രം പറയണം? ഇപ്പൊ ഒക്കെ കച്ചവടം തന്നെ തീരെയില്ല. ഞാൻ എങ്ങനെ വല്ലാതെ കഷ്ടപ്പെടുന്ന ചേട്ടന് അറിയാമോ? എന്നെ കൊണ്ട് പറ്റിയാ ഞാൻ തീർച്ചയായിട്ടും സഹായം ചെയ്തിട്ടുണ്ടാവും. ശരി മോനെ, കുഴപ്പമില്ല. നീ നിന്നെ ശ്രദ്ധിച്ചോളൂ. ആ ശരി ചേട്ടാ. എങ്ങനെയോ ജഗൻ ഒരു വലിയ കള്ളം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കി. ജഗന്റെ വരുമാനം ദിവസം തോറും അധികരിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവൻ ഒരു സ്വാർത്ഥനായിരുന്നു. ചേട്ടൻ പൈസയൊക്കെ മരത്തിലാണ് കായ്ക്കുന്നത് വിചാരിച്ചോണ്ടിരിക്കുന്നത്. കഷ്ടം വന്ന ഉടനെ ഞാൻ പൈസ അയക്കണം. നന്നായി, അതങ്ങ് മറന്നേച്ചു. എല്ലാം നല്ല കള്ളത്തറങ്ങ പറഞ്ഞ് ശരിയാക്കി. ഇനി അദ്ദേഹം എന്റെ അടുത്ത് പൈസ ചോദിക്കുകയില്ല. മറ്റൊരു വശത്ത് ഗോപാൽ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. കസ്റ്റമേഴ്സ് കുറെ പേര് വരുന്ന മാതിരി ചെയ്യണം. പക്ഷെ എന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ. അവൻ ഇത് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന്റെ ഹോട്ടലിന് മുൻപിലായി 2 സ്വാമിജികൾ എത്തി.
വളരെ ദൂരം നടന്ന് വല്ലാതെ വിശക്കുന്നുണ്ട്. പക്ഷേ നമ്മളടുത്ത് കുറച്ചും കാശില്ലല്ലോ. ഈ ഗ്രാമത്തിലുള്ളവര് ആരും നമുക്ക് ഭിക്ഷയിട്ടില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഗോപാൽ ഒരു മനസ്സലിവുള്ളവനായിരുന്നു. അവൻ ആ 2 സ്വാമിജികളെയും തന്റെ ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞു. വരൂ സ്വാമി, അകത്തേക്ക് വരൂ. പക്ഷേ മോനെ, എനിക്ക് കയ്യില് തരാൻ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്, എന്റെ അടുത്ത് ഭക്ഷണമുണ്ട്. നീ വലിയ പൈസക്കാരനാണോ മോനെ? ഇല്ല സ്വാമി, ഞാൻ ഒരു പാവപ്പെട്ടവനാണ്. എന്റെ മകളെ ഒരു നല്ല സ്കൂൾ പഠിപ്പിക്കാൻ പോലും എനിക്ക് തകുതിയില്ലാണ്ട് നിൽക്കുന്നു. അത്രയും അളവറിഞ്ഞ് ഞാൻ ഒരു പാവപ്പെട്ടവനാണ്. എന്നാലും നിങ്ങളുടെ വിശപ്പിന് എനിക്ക് ഭക്ഷണം തരാൻ പറ്റും. നിങ്ങൾ ഇരിക്കൂ, നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഞാൻ കൊണ്ടുവരാം. ഗോപാൽ 2 സ്വാമിജിക്കും ചപ്പാത്തിയും സാമ്പാറും ചോറും കൊണ്ടുവന്നു. വളരെ നന്ദിയുണ്ട് മോനെ. ബിഷപ്പിലായിരുന്ന സ്വാമിജികൾ അത് കഴിക്കാൻ തുടങ്ങി. അവർ കഴിച്ചു കഴിഞ്ഞതും അപ്പോൾ ഗോപാൽ അവരുടെ അടുത്തേക്ക് എത്തി. നീ സമൂഹത്തിന് വളരെ നല്ലവനാണ്. നീ എനിക്ക് വേണ്ടി നല്ല കാര്യം ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് എന്തെങ്കിലും തരണം എന്ന് തോന്നുന്നുണ്ട്. ഇതൊരു മായമന്ത്രമാണ്. ഓം അന്നപൂർണായ നമഃ. നീ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നീ ഈ മന്ത്രം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. അതേ നേരത്തിൽ നീ കുറച്ച് പാവപ്പെട്ടവർക്ക് ഭക്ഷണവും നൽകണം. ആ ദൈവം തീർച്ചയായിട്ടും നിന്നെ സഹായിക്കും മോനെ. ശരി സ്വാമി. ഗോപാലിനെ ആ 2 സ്വാമിജികളും ആശീർവദിച്ചിട്ട് അവരവിടെ നിന്നും പുറപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ ഗോപാൽ തന്റെ ഹോട്ടൽ തുറന്നു, വൃത്തിയാക്കി. എന്നിട്ട് ആഹാരം പാകം ചെയ്യാൻ തുടങ്ങി. അവൻ പരിപ്പ് വേവിച്ചു. ഓം അന്നപൂർണായ നമഃ. ഓം അന്നപൂർണായ നമഃ. ഓം അന്നപൂർണായ നമഃ. ഗോപാൽ സാമ്പാർ ചോറ് ചെയ്തുകൊണ്ട് തന്നെ ആ മന്ത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ അത് ചെയ്തു കഴിഞ്ഞതും തന്നെ അവന്റെ ഹോട്ടലിലേക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് എത്തി. എന്നിട്ട് അവർ പറഞ്ഞു, എന്താഴോ സാമ്പാർ ചോറ് കിട്ടുവോ? ഇതാ ഇപ്പൊ കൊണ്ടുവരാം. എനിക്കും സാമ്പാർ ചോറ് വേണമടാ. നിങ്ങൾ എല്ലാരും ഇരിക്കൂ, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് സാമ്പാർ ചോറ് കൊണ്ടുവരാം. ഒരു വശത്ത് ഗോപാൽ ആഹാരം പാകം ചെയ്തുകൊണ്ടേയിരുന്നു, മറുവശത്ത് കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഉച്ചയായപ്പോൾ കുറച്ച് പാവപ്പെട്ട ആൾക്കാരെ വിളിച്ച് അവർക്കും ആഹാരം നൽകി. ദൈവം എപ്പോഴും നിന്നെ അനുഗ്രഹിക്കും മോനെ. നന്ദിയുണ്ട് ചേട്ടാ. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗോപാൽ സാമ്പാർ ചോറ് ചെയ്തുകൊണ്ടേയിരുന്നു. കസ്റ്റമേഴ്സ് അത് കഴിച്ചുകൊണ്ടേയിരുന്നു. അന്ന് വൈകുന്നേരമായപ്പോൾ ഹോട്ടൽ മൂടിയതും അവന്റെ അന്നത്തെ വരുമാനം കണ്ട് അവൻ തന്നെ ആശ്ചര്യത്തിലായി പോയി. ഒരു ദിവസം കൊണ്ട് തന്നെ 10,000 റുപ്യോ? എന്റെ ദൈവമേ. അവൻ വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി തന്റെ ഭാര്യ ശോഭയോട് നടന്നതൊക്കെ പറഞ്ഞു. ആ സ്വാമിജി നമ്മുടെ കഷ്ടമെല്ലാം ഇല്ലാതാക്കി. ഇതേപോലെ തന്നെ പോയിക്കൊണ്ടിരുന്ന നമ്മുടെ മകൾ രാധേനെ ഇംഗ്ലീഷ് മീഡിയം തീർച്ചയായിട്ടും ചേർക്കാൻ പറ്റും. അതെ, തീർച്ചയായും. അടുത്ത ദിവസവും അങ്ങനെ തന്നെ സംഭവിച്ചു. ഗോപാൽ സാമ്പാർ ചോറ് ചെയ്യുകയായിരുന്നു, എന്നിട്ട് മന്ത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ സാമ്പാർ ചോറ് റെഡിയായതും തന്നെ കസ്റ്റമേഴ്സിന്റെ കൂട്ടം വരാൻ തുടങ്ങി. അന്നും ഗോപാൽ ഒരുപാട് പാവപ്പെട്ട ജനങ്ങളെ വിളിച്ച് ആഹാരം നൽകി. കുറച്ചു ദിവസത്തിനകം തന്നെ ഗോപാലിന്റെ ആ ചെറിയ ഹോട്ടൽ വലിയൊരു റെസ്റ്റോറന്റായി മാറി. ഗോപാലിന്റെ മകൾ രാധ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുകയാണ്. പിന്നെ ദിവസവും ഗോപാൽ തന്റെ മകളെ കാറിൽ കൊണ്ടുപോയാണ് സ്കൂളിലേക്ക് വിടുന്നത്. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. കുറേ മാസങ്ങൾക്ക് ശേഷം ജഗൻ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി. അവൻ ഗോപാലിന്റെ വീട് കണ്ട് ആശ്ചര്യത്തിലായി പോയി. ചേട്ടന് വല്ലതും കോഹിനൂർ വയറെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കുറച്ചു ദിവസം മുമ്പ് കഷ്ടമുണ്ടെന്ന് കുറച്ച് പൈസ ചോദിച്ചു. ഇപ്പോ ഇത്രയും വലിയ വശതിയോ? ജഗൻ ഗോപാലിന്റെ വീട്ടിലേക്ക് ചെന്നു. വാ ജഗൻ. ശോഭ, ജഗൻ വന്നിട്ടുണ്ട്. അവന് കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവാ മോളെ. ഇതാ കൊണ്ടുവരുന്നു. ശോഭ ചായയും പലഹാരവും എടുത്തു വെച്ചു. പിന്നെ പ്ലേറ്റിൽ മുന്തിരിയും ബദാമും ഉണ്ടായിരുന്നു. ചേട്ടാ, നിങ്ങൾ തെറ്റായിട്ട് വിചാരിച്ചില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നീ എന്താ ചോദിക്കാൻ പോകുന്ന എനിക്കറിയാം. എനിക്ക് എങ്ങനെയാണ് ഇത്രയും കാശ് കിട്ടിയെന്നല്ലേ ചോദിക്കാൻ പോന്ന്? അതെ ചേട്ടാ, ഇത് ഞാൻ നല്ല ചെയ്തതിന്റെ കാര്യമാണ്. ഒരു ദിവസം വിശപ്പോട് എന്റെ ദാബയിലെ 2 സ്വാമിജികൾ വന്നിരുന്നു. ഗോപാൽ ജഗനോട് നടന്ന സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇങ്ങനെയുള്ളതിന്റെ കാരണം ഞാൻ പറയുന്ന ആ മായമന്ത്രമാണ്. ചേട്ടാ, എനിക്ക് ആ കുറച്ച് മായമന്ത്രം പറഞ്ഞു തരുമോ? തീർച്ചയായും. നീ എന്റെ അനിയനല്ലേ? ഞാൻ നിനക്ക് സാമ്പാർ ചോറ് ഉണ്ടാക്കാൻ പറഞ്ഞു തരാം, ആ മായമന്ത്രവും പറഞ്ഞു തരാം. എന്നാൽ ഞാൻ നിങ്ങളെ പോലെ പൈസക്കാരനാവില്ലോ. പക്ഷെ നീ ഓർമ്മിച്ചോ, നീ ദിവസം ഒരു 10 പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകണം. തീർച്ചയായും ചേട്ടാ.
ഗോപാൽ ജഗനെ തന്റെ കിച്ചണിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് സാമ്പാർ ചോറ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു. ഓം അന്നപൂർണായ നമഃ. ഓം അന്നപൂർണായ നമഃ. ഓം അന്നപൂർണായ നമഃ. ഓം അന്നപൂർണായ നമഃ. ജഗനും ആ മാന്ത്രിക സാമ്പാർ ചോറ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാം മനസ്സിലാക്കി. അവൻ തന്റെ ചേട്ടന് നന്ദി പറഞ്ഞിട്ട് തിരിച്ച് സിറ്റിയിലേക്ക് പോയി. അന്ന് അവന്റെ ക്യാൻറ്റീനിലേക്ക് അവൻ ചെന്നു. എന്നിട്ട് സാമ്പാർ ചോറ് ചെയ്യാൻ തുടങ്ങി. ഓം അന്നപൂർണായ നമഃ. ഓം അന്നപൂർണായ നമഃ. ഓം അന്നപൂർണായ നമഃ. പിന്നെ ഒപ്പം തന്നെ അവൻ മന്ത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പൊ ഇതെല്ലാം നമുക്ക് വേഗം വിറ്റ് തീർക്കും. പിന്നെ എനിക്ക് കുറെ പൈസയും കിട്ടുമല്ലോ. ജഗൻ സാമ്പാർ ചോറ് ചെയ്തു കഴിഞ്ഞതും കസ്റ്റമേഴ്സ് അവിടേക്ക് എത്തി. എനിക്ക് സാമ്പാർ ചോറ് തരൂ. ആ എനിക്കും വേണം. ജഗൻ ഒരുപാട് സന്തോഷമായി. സാമ്പാർ ചോറ് ചെയ്തതും തന്നെ കസ്റ്റമേഴ്സ് എത്തിയെന്ന്. ജഗന്റെ ക്യാൻറ്റീനിലേക്ക് കുറച്ച് പാവപ്പെട്ടവർ വന്നു. ചേട്ടാ, കുറച്ച് ദിവസമായിട്ട് ഒന്നും കഴിച്ചില്ല ചേട്ടാ. എനിക്ക് കഴിക്കാൻ വല്ലത് ഭക്ഷണം തരൂ. ഒന്ന് പുറത്തു പോകുന്നുണ്ടോ? രാവിലെ കട തുറന്നോണം വരുമല്ലോ ശവങ്ങള്. ജഗൻ ആ യാചകരെ ഒരുപാട് വഴക്കു പറഞ്ഞു വിരട്ടിവിട്ടു. അവരോടൊപ്പം തന്നെ അവന്റെ കസ്റ്റമേഴ്സും വീട്ടിലേക്ക് പോയി. പിന്നീട് അവന്റെ ക്യാൻറ്റീനിലേക്ക് ഒരു കസ്റ്റമേഴ്സും വന്നില്ല. ജഗന് മനസ്സിലായില്ല എന്തായിരിക്കും കാരണമെന്ന്. ചേട്ടന്റെ ക്യാൻറ്റീനിൽ കുറെ കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ക്യാൻറ്റീനിൽ എന്താ ആരും വരാത്തത്? അദ്ദേഹം പറഞ്ഞതുപോലെയാണ് ഞാൻ ചെയ്തത്. മായവുമില്ല, മന്ത്രവുമില്ല. ചേട്ടൻ എന്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ എന്റെ അടുത്ത് സത്യം മറച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തോ നിധി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ അടുത്ത് പറയാൻ പാടില്ലെന്ന് കള്ളം പറയായിരിക്കും. ജഗന് ആ മന്ത്രത്തോട് ഒട്ടും തന്നെ വിശ്വാസമില്ലായിരുന്നു. ആ ദിവസത്തിന് ശേഷം പിന്നീട് ഒരിക്കലും തന്നെ അവൻ അത് ശ്രമിച്ചു നോക്കിയില്ല. പക്ഷെ അവന്റെ തെറ്റ് മനസ്സിലായതേ ഇല്ല. അതായത് അവൻ പാവപ്പെട്ടവർക്കും ആഹാരം നൽകണമെന്നത്. ഗോപാൽ ആ മന്ത്രം ഉപയോഗിച്ച് പാവപ്പെട്ടവരെ സഹായിച്ചത് കൊണ്ട് വീണ്ടും വീണ്ടും വലിയ പണക്കാരനായി. മറുവശത്ത് ജഗൻ അതേ ചെറിയ ക്യാൻറ്റീനിൽ ഇരുന്നു കൊണ്ടിരുന്നു. നല്ല ചിന്തയുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് നല്ലതേ നടക്കൂ.